പാലക്കാട് എന്നൊരു വാർത്ത വരുന്നു. പാലക്കാട് മുട്ടിക്കടവിൽ ഭാരതപ്പുഴയിൽ വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. മാത്തൂർ ചുങ്കമന്തം സ്വദേശികളായ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷംന, ഇതെപ്പോഴാണ് ഈ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്? എന്താണ് സംഭവിച്ചത്? സഞ്ചാരികളായി വന്ന കാഴ്ച കാണാൻ വന്ന വിദ്യാർത്ഥികളാണോ, അല്ല കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടതാണോ? എന്താണ് വിവരം? പ്രജിൻ, ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയായിരുന്നു അപകടമുണ്ടാകുന്നത്. മാത്തൂർ സ്വദേശികളായ 2 വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇതിൽ സുഖ്നേഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് അഭിജിത്ത് എന്ന മറ്റൊരു വിദ്യാർത്ഥി ഈ സുഖ്നേഷിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ അഭിജിത്തും ഒഴുക്കിൽപ്പെട്ടു. പിന്നീട് സമീപവാസിയായ ഒരു സ്ത്രീയാണ് ഇരുവരും ഒഴുക്കിൽപ്പെട്ടതായി കണ്ടെത്തിയത്. തുടർന്ന് ഈ സ്ത്രീ നാട്ടുകാരെയും മറ്റു പോലീസിനെയൊക്കെ വിവരം അറിയിച്ച ഉടൻ തന്നെ ഈ പോലീസ് എത്തി അഭിജിത്തിനെ രക്ഷിക്കാനായിട്ടുണ്ട്. പക്ഷേ സുഖ്നേഷിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. തെരച്ചിൽ തുടരുകയാണ്. ഒരു പ്രശ്നം, ഒരു വെല്ലുവിളിയായിട്ടുള്ളത് നല്ല ഒഴുക്കുണ്ട് ഈ സമയത്ത്. അതാണ് ഒരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നതും. ചേട്ടാ, സാർ, ഇപ്പോൾ എന്താണ് നിലവിൽ തെരച്ചിലിന്റെ ഒരു തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിങ്കി ഇറക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, നല്ല ഒഴുക്കായതുകൊണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും ഞങ്ങളുടെ ആൾക്കാർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ജംഗ്ഷനിലും പോയിട്ടുണ്ട്, കുറച്ച് പേര് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒഴുക്കുള്ളതുകൊണ്ട് അങ്ങോട്ട് പോവാൻ ഒഴുക്കുള്ളത് കൊണ്ട് പോവാം, പറയാൻ പറ്റില്ല. നമുക്കത് 100% എന്ത് സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും സംഘങ്ങളായിട്ടാണോ തരുന്നത്? ഞങ്ങളിപ്പോൾ ആലത്തൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു സംഘം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ വാഹനം സ്കൂബ ടീമുണ്ട്, ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഞങ്ങൾക്ക് പ്രസിഡന്റിൻ്റെ ശബരിമലയിലത്തെ ഇതുകൊണ്ട് ഇന്ന് രാവിലെ 12 മണിക്ക് കുറച്ച് പേരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, പ്രസിഡന്റിൻ്റെ ഡ്യൂട്ടിക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം കുറച്ച് സ്കൂബ ടീമുകൾ കുറച്ച് കുറവാണ് ഇന്ന്. ഇന്ന് തെരച്ചിൽ രാത്രി വരെ തരയും. അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ തുടങ്ങും. പ്രജിൻ, അതാണ് തെരച്ചിൽ ഇന്ന് എന്തായാലും രാത്രി വരെ തുടരും. അതിനുശേഷം ഈ സുഖ്നേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെയും തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും 2 സംഘങ്ങളായി തിരിഞ്ഞ് ഈ മുട്ടിക്കടവിലും അടുത്ത ജംഗ്ഷനിലുമായിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. പ്രജിൻ, ശരി. ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.